ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ ഒരു സ്വഭാവം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടധികം റിലേഷൻഷിപ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വിർച്വലിയാണ്. അതായത് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ത്രൂ പരിചയപ്പെട്ട സ്ട്രേഞ്ചേഴ്സ് പിന്നീട് റിലേഷൻഷിപ്പിലാകാറുണ്ടില്ല എന്നുണ്ടെങ്കിൽ ഡേറ്റിംഗ് ആപ്പ് ഒരുപാടധികം കോമൺ ആയിട്ട് ഇന്നത്തെ കാലത്ത് ആളുകൾ യൂസ് ചെയ്യുന്ന ഡേറ്റിംഗ് ആപ്പ് ത്രൂ ഇതേപോലെ തന്നെ ആളുകൾ റിലേഷൻഷിപ്പിലാകാറുണ്ട്. അതിൽ തന്നെ ഒരുപാടധികം റിലേഷൻഷിപ്പുകൾ കല്യാണങ്ങൾ വരെ എത്താറുണ്ട്. ചില ആളുകൾ വളരെ നല്ല രീതിയിൽ ഈ ഒരു വിർച്വൽ റിലേഷൻഷിപ്പിൽ നിന്ന് തുടങ്ങി അവരുടെ കുടുംബജീവിതം മുന്നോട്ട് നയിക്കുന്നുമുണ്ട്. എന്നാൽ ചിലരുടെ ജീവിതം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് താറുമാറാകാറുണ്ട്. അപ്പോൾ കുറച്ച് നാൾ മുൻപ് ചെന്നൈക്ക് അടുത്തുള്ള കൊടുങ്ങഴിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അത്തരത്തിലുള്ളൊരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ഈ കഥ തുടങ്ങുന്നത് അവിടെ നിന്ന് കുറച്ച് മാറിയാണ്. തിരുവട്ടിയൂരുള്ള ഗാന്ധി നഗറിൽ ഭാസ്കരൻ എന്ന് പറയുന്ന ഒരാൾ താമസിച്ചിരുന്നു. ആളുടെ മകളുടെ പേര് നിത്യ എന്നായിരുന്നു. 26 വയസ്സായിരുന്നു അവരുടെ പ്രായം. അമ്പത്തൂരുള്ള ഒരു IT കമ്പനിയിലായിരുന്നു അവർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ആ ഒരു IT കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യായിരുന്നു. അത്യാവശ്യം നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കമ്പനിയും വീടും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഡെയിലി പോയി വരവ് നടക്കില്ല. അതുകൊണ്ട് നിത്യ കമ്പനിയുടെ അടുത്ത് ഒരു വീട് വാടകയ്ക്ക് എടുക്കുകയാണ്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയി. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴാണ് ബാലമുരുകൻ എന്ന് പറയുന്ന കൊടുങ്ങഴിയൂർ താമസിക്കുന്ന 28 വയസ്സുള്ള ഒരു പയ്യനെ ഓൺലൈൻ ത്രൂ നിത്യ പരിചയപ്പെട്ടു. ആ പരിചയം പിന്നീട് പ്രണയമായിട്ട് മാറുകയാണ്. അങ്ങനെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് അവർ ഒരുമിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് അവർ കൊടുങ്ങഴിയൂരുള്ള വാടക വീട്ടിലോട്ട് താമസം മാറുന്നത്. അപ്പോൾ അവരവരുടെ ഒരു ലിവിൻ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ അവരുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അവർ പോലും പ്രതീക്ഷിക്കാതെ അവരുടെ ജീവിതത്തിൽ ഒരു കാര്യം നടക്കുന്നത്. അത് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്ന് ആ സമയത്ത് അവർ അറിഞ്ഞില്ല. അപ്പോൾ അവർക്കിടയിൽ എന്താണ് സംഭവിച്ചത്, എന്തൊക്കെയായിരുന്നു ആ ഒരു വീട്ടിൽ നടന്നത്, ഈ ഒരു കേസ് എങ്ങോട്ടൊക്കെയാണ് എത്തിയത്, എന്തൊക്കെയാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്. വീഡിയോയിലോട്ട് എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നമ്മളുടെ ബിസി ലൈഫിൽ ഇങ്ങനെ ഓടി നടക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് പലപ്പോഴും നല്ല ക്ഷീണം, എനർജി കുറവൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, ഷിലാജിത്ത്. ഇത് നിങ്ങളുടെ എനർജി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഷിലാജിത്തിൻ്റെ ആ ഒരു വൃത്തികെട്ട ടേസ്റ്റിനെ കുറിച്ചായിരിക്കും. എന്നാൽ ഈ മാൻ മാറ്റേഴ്സിൻ്റെ ഷിലാജിത്ത് ഗമ്മീസ് നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി ഷിലാജിത്ത്, അതും എല്ലാ ബാച്ചും ലാബ് ടെസ്റ്റഡ് ആയിട്ടുള്ളത് ഇവിടെ നിന്ന് ലഭിക്കും. ഇതിൽ 70% ഫൾവിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 100% നാച്ചുറൽ ഇൻഗ്രീഡിയൻസും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ അശ്വഗന്ധയും അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഗമ്മീസ് ആയതുകൊണ്ട് തന്നെ കഴിക്കാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 ഗമ്മീസ് വെച്ച് ഏകദേശം 3 മാസം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? മാൻ മാറ്റേഴ്സിൻ്റെ ഷിലാജിത്ത് ഗമ്മീസിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അന്ന് കൃത്യമായി പറഞ്ഞാൽ ജൂൺ 4, 2025 നിത്യശ്രീ തൻ്റെ കാമുകനായിട്ടുള്ള ഈ ബാലമുരുകൻ്റെ അടുത്ത് പറയാണ്, ഇന്നത്തെ ദിവസം നീ എവിടേക്കെങ്കിലും പോകും, എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ടെന്നുള്ളത്. അതായത് നിത്യയുടെ ഈ പാരൻസിന് ആർക്കും അറിയില്ല ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് താമസിക്കുന്നത്, ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, ലിവിങ് ടുഗദറിലൊക്കെ ആണെന്നുള്ളതൊന്നും ആർക്കും അറിയില്ല. സോ വീട്ടുകാർ വരുന്ന സമയത്ത് വല്ല ഫ്രണ്ട്സിൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് നിത്യ ബാലമുരുകൻ്റെ അടുത്ത് പറയുകയാണ്. അങ്ങനെ ഈ ഒരു ബാലമുരുകൻ നേരെ തൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അന്നത്തെ ദിവസം വലിയ കാര്യമായിട്ട് കോളോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം 5-ാം തീയതി ഈ നിത്യയെ വിളിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു റെസ്പോൺസും ഇല്ല. അതുപോലെ തന്നെ മെസ്സേജിനൊന്നും റിപ്ലൈ ഇല്ല. അപ്പോൾ പാരൻസ് പോയിട്ടുണ്ടാവുമോ, എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി നോക്കാനായിട്ട് ഈ ഒരു പയ്യൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈവനിങ് ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേനും ഈ പയ്യൻ നേരെ വാടക വീടിൻ്റെ അവിടോട്ട് എത്തുകയാണ്. അപ്പോൾ അവിടെ പാരൻസ് ആരുള്ള ലക്ഷണങ്ങളും കാര്യങ്ങളൊന്നും തന്നെ കാണാനില്ല. അതുപോലെ തന്നെ ഡോറ് നോക്കുന്ന സമയത്ത് അത് ജസ്റ്റ് ഓപ്പൺ ആണ്, അതായത് ലോക്ക് ചെയ്തിട്ടില്ല. ഈ നിത്യശ്രീ ഡോറ് ഓപ്പൺ ചെയ്തിട്ട് ഫോൺ റെസ്പോണ്ട് ചെയ്യാണ്ട് എവിടെ പോയി കിടക്കുകയാണെന്ന് ആലോചിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു ബാലമുരുകൻ അകത്തോട്ട് കയറിയത്. അകത്തോട്ട് കയറി ആള് ബെഡ്റൂമിൽ പോയി നോക്കിയപ്പോൾ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു. ചേതനേറ്റ് അവിടെ ബെഡിൽ കിടക്കുന്ന നിത്യശ്രീയുടെ ദേഹമായിരുന്നു ആള് കണ്ടത്. അതേപോലെ തന്നെ വായിൽ നിന്നും നുരയും പതയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട പേടിച്ച ആള് അവിടെ നിന്ന് പുറത്തേക്ക് ഓടുകയാണ്. ആള് നേരെ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ പോലീസുകാർ സ്ഥലത്തെത്തി ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. അവർ നോക്കുമ്പോൾ ബോഡി ബെഡിൽ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടൊരു മദ്യക്കുപ്പി കിടക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് കുറച്ച് ഉറക്ക ഗുളികകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ
ഇതൊരു ആത്മഹത്യ തന്നെ ആയിരിക്കുമെന്നായിരുന്നു അവർ ആദ്യം കരുതിയത്. കാരണം മദ്യക്കുപ്പി അവിടെ കിടക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഉറക്ക ഗുളികയുണ്ട്, പിന്നെ ഈ പയ്യൻ്റെ അടുത്ത് ഇന്ന് നീ വീട്ടിൽ നിൽക്കേണ്ട പൊക്കോളാനായിട്ട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. പിന്നെ പോലീസിനുണ്ടായ അടുത്ത സംശയം ഈ ബാലമുരുകൻ ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതിന് ശേഷം ഈ ആത്മഹത്യ പോലെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചതാണോ എന്നുള്ളതായിരുന്നു. അങ്ങനെ അവിടുത്തെ തെളിവെടുപ്പുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബോഡി റിക്കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഓട്ടോപ്സിക്കായിട്ട് പോലീസുകാർ അയക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ബാലമുരുകനെ ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്തു. മദ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ആൾ മദ്യപിക്കാറില്ല, നിത്യശ്രീ അടക്കം മദ്യപിക്കാറുണ്ട്, അപ്പോൾ അതുകൊണ്ട് വാങ്ങിയതായിരിക്കും എന്നുള്ള തരത്തിലായിരുന്നു ഉത്തരം പറഞ്ഞത്. പിന്നെ തലേദിവസം എന്തെവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഈ പയ്യൻ പറഞ്ഞു 4-ാം തീയതി ആ പെൺകുട്ടിയുടെ പാരൻസ് വൈകുന്നേരം വരുമെന്നുള്ളൊരു കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഞാൻ അവിടെ നിന്ന് പോവുകയാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ ഇതേപോലെ തന്നെ രാവിലെ ആയിട്ടും വിളിച്ചിട്ടും യാതൊരു റെസ്പോൺസും ഇല്ല. അതുകൊണ്ടാണ് ഈവനിങ് ഒന്ന് വന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു പയ്യൻ പറയുകയാണ്. അപ്പോൾ പോലീസുകാർ ക്രോസ് ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഈ പയ്യൻ പറയുന്നത് സത്യമാണ് എന്നുള്ളൊരു രീതിയിലോട്ടാണ് അവർ ആദ്യം എത്തിയത്. അങ്ങനെ പുളിയന്തോപ്പ് DSP മുത്തുകുമാർ ഒരു ടീമിനെ അസൈൻ ചെയ്യാണ്. കൊടുങ്ങല്ലൂർ ഇൻസ്പെക്ടറായിട്ടുള്ള ശരവണൻ്റെ അണ്ടറിലായിരുന്നു ആ ഒരു ടീമിനെ ആൾ അസൈൻ ചെയ്തത്, ഈ ഒരു കേസും കാര്യങ്ങളും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പോലീസുകാരങ്ങനെ ആ വീടിന് ചുറ്റുള്ള വഴികളിലുള്ളതും അതുപോലെ തന്നെ ആ ഏരിയയിലുള്ളതുമായിട്ടുള്ള എല്ലാ CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ നിത്യശ്രീയുടെ ഫോൺ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അതായത് ഇവരുടെ ലാസ്റ്റിലുള്ള ടവർ ലൊക്കേഷൻസ്, അതുപോലെ തന്നെ ലാസ്റ്റ് ഈ ഒരു നമ്പറിലോട്ട് വന്ന കോളുകൾ ആരൊക്കെയാണ്, അതേപോലെ തന്നെ ആരൊക്കെയായിട്ടാണ് ഇവർ സ്ഥിരമായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നത് തുടങ്ങിയുള്ള ഡീറ്റെയിൽസ് എല്ലാം സൈബർ ടീം എടുക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ പോലീസുകാർ CCTV വിഷ്വലും കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ ഈ നിത്യശ്രീയുടെ പാരൻസിനെയൊക്കെ വിവരം അറിയിക്കുകയാണ്. വിവരമറിഞ്ഞ പാരൻസ് സ്ഥലത്തെത്തുകയാണ്. അവരങ്ങനെ അവർ അപ്പാർട്ട്മെൻറ്റിലൊക്കെ കയറി നോക്കിയിട്ട് അവർ പോലീസിൻ്റെ അടുത്ത് പറയാണ് മകളുടെ കയ്യിൽ ഒരു 25 പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു, അത് മിസ്സിങ് ആണെന്ന് പറയുകയാണ്. പോലീസുകാർ നോക്കുമ്പോൾ ഇപ്പോൾ 25 പവൻ സ്വർണം കാണാതായിട്ടുണ്ട്, അതുപോലെ തന്നെ കൊലപാതകം നടന്നിട്ടുണ്ട്. ഇനി ഇത് വല്ല മോഷണ ശ്രമത്തിനിടയിലുള്ള കൊലപാതകമായിരിക്കും, എന്നിട്ട് ആത്മഹത്യ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് മുങ്ങിയതാണോ എന്നുള്ളൊരു സംശയവും ഈ ഒരു സമയത്ത് പോലീസിനുണ്ടാവുകയാണ്. അങ്ങനെ പോലീസുകാർ CCTV കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു പയ്യൻ നടന്നു പോകുന്ന വിഷ്വൽ കിട്ടുകയാണ്. എന്തോ ഒരു പന്തികേട് തോന്നി. അതുകൊണ്ട് തന്നെ ഈ ബാലമുരുകൻ്റെ അടുത്ത് പോലീസുകാർ കൊണ്ടുപോയിട്ട് ഈ ഒരു പയ്യൻ അറിയുമോ എന്നുള്ളത് ചോദിക്കുകയാണ്. ഒന്നും നോക്കി ആ പയ്യൻ അറിയാമെന്നുള്ളൊരു രീതിയിൽ പറയുകയാണ്. ആരായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഈ നിത്യയുടെ എക്സ് ആയിട്ടുള്ള സന്തോഷ് കുമാറാണ് ആ നടന്നു പോകുന്നത് എന്നുള്ളത് പോലീസിൻ്റെ അടുത്ത് ആൾ പറഞ്ഞു. പിന്നെ നിത്യശ്രീയുടെ ഫോൺ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ അവസാനം ഈ ഒരു സന്തോഷ് കുമാറിനെയാണ് ഇവർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നും പോലീസിന് മനസ്സിലാവുകയാണ്. അങ്ങനെ പോലീസുകാർ ഈ ഒരു സന്തോഷ് കുമാറിനെ കോൺടാക്ട് ചെയ്യുകയാണ്, ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റഡിയിൽ എടുക്കുകയാണ്. ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ അയാളൊന്നും സമ്മതിച്ചില്ല. എന്നാൽ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നിത്യയെ കൊന്നത് താനാണെന്നുള്ളത് അയാൾ സമ്മതിക്കുകയായിരുന്നു. ഈ സന്തോഷ് കുമാറിൻ്റെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ ആൾ ഒരു ഡോക്ടറായിരുന്നു കേട്ടോ. സേലം സ്വദേശിയായിരുന്നു, 27 വയസ്സായിരുന്നു ആളുടെ പ്രായം. ഈ ഒരു കൊല്ലം നടക്കുന്ന ടൈമിൽ ആൾ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഏകദേശം 2 വർഷം മുൻപ് ആ സമയത്ത് ഈ ഡോക്ടർ സന്തോഷ് കുമാർ ആൾ സൈതാർപേട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് ആളൊരു മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യായിരുന്നു. അപ്പോഴാണ് നിത്യയെ ഇയാൾ കാണുന്നത്. അവിടെ വെച്ചിട്ടാണ് അവർ തമ്മിൽ പരിചയപ്പെടുന്നത്. പിന്നീട് അവരുടെ പരിചയം നല്ല രീതിയിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് മാറുകയായിരുന്നു. പിന്നീട് അതൊരു പ്രണയമായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ ഇവരുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവർ തമ്മിൽ നല്ല രീതിയിൽ ഇൻറ്റിമേറ്റ് ആയി. അതേപോലെ തന്നെ കുറച്ച് സമയം ഇവർ ഒരുമിച്ച് താമസിച്ചിരുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഈ ഒരു സന്തോഷ് കുമാറിൻ്റെ അടുത്ത് നിന്ന് നിത്യ സ്ഥിരമായിട്ട് പണം ചോദിക്കാനായിട്ട് തുടങ്ങുകയാണ്. പണം മാത്രമല്ല, വീട്ടിലേക്കുള്ള TV, ഫ്രിഡ്ജ്, അതുപോലെ തന്നെ എന്താ പറയുക, കട്ടിൽ, കിടക്ക തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം സാധനങ്ങൾ ഇയാളെ കൊണ്ട് വാങ്ങിപ്പിക്കുകയാണ്. അങ്ങനെ ഈ പണം ചോദിക്കലും കാര്യങ്ങളും ഒരുപാടധികം ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ സന്തോഷ് കുമാർ നിത്യയെ ഒഴിവാക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. അപ്പോഴാണ് നിത്യയുടെ വേറൊരു മുഖം സന്തോഷ് കുമാർ കാണുന്നത്. അതായത് ഇവർ ഇൻറ്റിമേറ്റ് ആയിട്ടിരിക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ ആ ഒരു സ്ത്രീ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നിൻ്റെ പാരൻസിന് അയച്ചു കൊടുക്കും, അതുപോലെ തന്നെ പബ്ലിക് ആക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ ഇയാൾ വീണ്ടും പണവും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് തുടങ്ങി. എന്നാലും ആ ഒരു സ്ത്രീയിൽ നിന്ന് അകലം പാലിക്കാനും ഇയാൾ ശ്രമിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിത്യശ്രീ വേറൊരു പയ്യനുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലാവുകയാണ്. അപ്പോൾ നിത്യശ്രീയുടെ ശല്യം അവസാനിച്ചു എന്നായിരുന്നു ഡോക്ടർ കരുതിയിരുന്നത്. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നെയും ഈ ഒരു സന്തോഷ് കുമാറിനെ ഭീഷണിപ്പെടുത്താനായിട്ട് തുടങ്ങി. അതായത് ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പുറത്ത് അയച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്താനും ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യാനൊക്കെ തുടങ്ങി. ഇത് സ്ഥിരം ഒരു പരിപാടിയായപ്പോൾ ഇയാൾ ചിന്തിക്കുകയാണ്, ഇവൾ ജീവനോടുള്ളിടത്തോളം കാലം എന്നിങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കും, എനിക്ക് എൻ്റെ ജീവിതത്തിൽ യാതൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ഇവൾ ഇല്ലാതാക്കണം.
അപ്പോൾ ആ ഒരു പ്ലാനിൽ ആൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണ് സന്തോഷ് കുമാർ ഈ ഒരു നിത്യയെ വിളിച്ചിട്ട് താൻ 4-ാം തീയതി വരാമെന്നും ചോദിച്ച പൈസ തരാമെന്നും പറഞ്ഞത്. അതുകൊണ്ട് ഇയാളെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തൻ്റെ കാമുകനായിട്ടുള്ള ഈ ഒരു ബാലമുരുകനെ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് നിത്യ പറഞ്ഞയച്ചത്. അതായത് തൻ്റെ പാരൻസ് വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം ഈ ഒരു കൊടുങ്ങഴിയൂർക്ക് സൈതാർപേട്ടിൽ നിന്ന് ഇയാൾ വരികയാണ്. എന്നിട്ട് നിത്യശ്രീയുടെ വീട്ടിലോട്ട് വന്നു. ആൾ ഓൾറെഡി മദ്യവും കാര്യങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇവർ ഒരുമിച്ചിരുന്നിങ്ങായിട്ട് മദ്യപിക്കുകയാണ്. അപ്പോൾ മദ്യപിക്കുന്നതിൻ്റെ ഇടയിൽ ഇയാൾ കുറച്ച് ഉറക്കുകുളിയൊക്കെ ചേർത്ത് കൊടുത്തതായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നിത്യശ്രീ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് മസാജ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളിങ്ങനെ ബോഡി മുഴുവൻ മസാജ് ചെയ്യുന്നതിൻ്റെ ഇടയിലും ഈ സ്ത്രീ ഇയാളെ ഭീഷണിപ്പെടുത്തുകയാണ്. പൈസ വേണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോസ് വിടുന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇത്രയൊക്കെ ആയപ്പോൾ ആള് നേരെ അവിടെ അടുത്ത് കിടന്നിരുന്ന ഒരു തലയാണ എടുത്ത് ആ പെൺകുട്ടിയുടെ മുഖത്ത് വെച്ച് അമർത്തി കൊലപ്പെടുത്തുകയായിരുന്നു. എന്നിട്ട് ഇതൊരു ആത്മഹത്യ പോലെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ മദ്യക്കുപ്പി അവിടെ വെച്ചു, അതിനടുത്ത് സ്ലീപ്പിംഗ് പിൽസ് വെച്ചു, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ അതിൻ്റെ പുറത്തോട്ട് പോലീസുകാരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആത്മഹത്യ പോലെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു മോഷണാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ പറയുക, അവിടുത്തെ ലോക്കർ തുറന്നങ്ങായിട്ട് അവിടെ ഉണ്ടായിരുന്ന 25 പവനും എടുത്തുകൊണ്ടാണ് പിറ്റേ ദിവസം അതിരാവിലെ ആള് സീതാർപേട്ടിലോട്ട് പോകുന്നത്. എന്നിട്ട് ഈ ഗോൾഡും കാര്യങ്ങളും എല്ലാം തൻ്റെ ഒരു സുഹൃത്തിനെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് ഞാൻ കുറച്ചാൾ കഴിഞ്ഞിട്ട് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആളെ ഏൽപ്പിച്ചത്. ആൾക്കിത് എവിടെ നിന്നാണെന്നോ ഇതേപോലെ തന്നെ ഈ ഒരു കൊലപാതകം നടത്തിയതാണെന്നോ തുടങ്ങിയിട്ടുള്ള ഒന്നും തന്നെ ആ സമയത്ത് അറിയില്ലായിരുന്നു. മുജീബുർ ബാഷ എന്നായിരുന്നു ആളുടെ പേര്. പോലീസുകാരങ്ങനെ ആളുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് ആളെ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. അങ്ങനെ ആളുടെ കയ്യിൽ നിന്ന് ഈ ഒരു 25 പവൻ ഗോൾഡും പോലീസുകാർ റിക്കവർ ചെയ്തെടുക്കുകയും ചെയ്തു. പിന്നെ വേറൊരു സൈഡിൽ നിത്യശ്രീയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തപ്പോഴാണ് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും പോലീസിന് മനസ്സിലായത്. അതായത് അവർ IT കമ്പനിയിലൊന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത് പാരൻസിനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞിരുന്ന കാര്യമാണ്. അതേപോലെ തന്നെ അവർക്ക് ഒരുപാടധികം പുരുഷന്മാരുമായിട്ട് ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പുരുഷന്മാരെ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കലായിരുന്നു ഇവരുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി. അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ വീട്ടിലോട്ട് പണം അയക്കും. അതേപോലെ ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുമായിരുന്നു. അതുകൂടാത്തതിന് ഇവരുടെ പ്രൈവറ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ എന്താ പറയുക സോഷ്യൽ മീഡിയ ത്രൂ സെല്ല് ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു. അതായത് ടോപ്പ് മാത്രമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര, അതേപോലെ തന്നെ ഫുൾ ന്യൂഡായിട്ട് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര, അങ്ങനെ ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ സ്വന്തം വീഡിയോസൊക്കെ ഇവർ ഓൺലൈനായിട്ട് സെല്ല് ചെയ്തിരുന്നതായിട്ടും പറയുന്നുണ്ട്. പാരൻസ് നോക്കുമ്പോൾ ടൗണിൽ വലിയൊരു IT കമ്പനിയിൽ ജോലി. എന്നാൽ ഇവർ ചെയ്തിരുന്നൊരു കാര്യം ഇതായിരുന്നു. പിന്നെ ബാലമുരുകനെ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് ഈ സ്ത്രീ അയാളുടെ കയ്യിൽ നിന്ന് ഏകദേശം ഒരു എന്താ പറയുക 5 പവനോളം വാങ്ങിയിട്ടുള്ളതായിട്ട് പോലീസിന് മനസ്സിലാവുകയാണ്. ഈ ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഏകദേശം, അതായത് ഈ ഒരു സന്തോഷ് കുമാർ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്ന് ഏകദേശം 8.5 ലക്ഷത്തിന് മേലെ പൈസ ഈ സ്ത്രീ തട്ടിയെടുത്തതായിട്ടാണ് പറയുന്നത്. വലിയ കഷ്ടപ്പെടാതെ എങ്ങനെ നല്ല രീതിയിൽ ഫണ്ട് ഉണ്ടാക്കാന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചപ്പോഴായിരിക്കാം നിത്യശ്രീ ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ വന്നെത്തിയത്. എന്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അവസാനം അതിലൊരാളുടെ കൈകൊണ്ട് തന്നെ കൊല്ലപ്പെടാനായിരുന്നു ആ സ്ത്രീയുടെ യോഗം. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ സന്തോഷ് കുമാർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അപ്പോൾ ഈ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തായാലും ഒരുപാടധികം കാലം അയാൾ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.